പുതുതായി തുറന്ന ഒരു പാതയിലൂടെ ഗാസയിലേക്ക് അമേരിക്ക സഹായം എത്തിക്കുന്നു. കടൽ തീരത്തെ പ്രത്യേക ഒരു പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം വഴി ട്രക്കുകൾ എത്തിച്ചാണ് ഗാസയിലേക്ക് സഹായ വിതരണം. വരും ദിവസങ്ങളിൽ 500 ടൺ അവശ്യ സാധനങ്ങൾ ഇതുവഴി എത്തിക്കുമെന്ന് അമേരിക്ക വിശദമാക്കുന്നു. ഓരോ ദിവസവും 150 ട്രക്കുകൾ ഇതുവരെ എത്തിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്നാൽ കടൽ തീരത്തെ താൽക്കാലിക പ്ലാറ്റ്ഫോമാണ്. അത് സ്ഥിരമായ ഒരു ബദൽ മാർഗമാക്കാൻ സാധിക്കില്ല എന്ന മുന്നറിയിപ്പ് അമേരിക്ക UN-ന് നൽകിയിട്ടുണ്ട്. ഭക്ഷണം, വെള്ളം, ഇന്ധനം ഇതടക്കമുള്ളവ ഗാസയിലേക്ക് എത്തിക്കാൻ ഈ താൽക്കാലിക പ്ലാറ്റ്ഫോം സ്ഥിരമായി ഉപയോഗിക്കാനാവില്ല എന്നാണ് അമേരിക്കയുടെ അഭിപ്രായം. സഹായവുമായി എത്തുന്ന ട്രക്കുകളടക്കം ഇസ്രായേൽ തടയുന്ന ഒരു സാഹചര്യം മേഖലയിലുണ്ട്. ഒക്ടോബർ 7-ന് ശേഷമുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ 35,000-ത്തിലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയുടെ തെക്കൻ മേഖലയിൽ ഭക്ഷണം തീർന്നു പോകുന്ന സാഹചര്യമാണ് എന്നാണ് UN വിശദമാക്കുന്നത്. വടക്കൻ മേഖലകളിൽ നിലവിൽ തന്നെ ക്ഷാമസമാനമായ സാഹചര്യം എന്നാണ് UN വിശദമാക്കിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അമേരിക്ക ഇവിടെ സഹായം എത്തിക്കാനായി പുതിയൊരു പാത സജ്ജമാക്കിയത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് ആദ്യ ബാച്ച് സഹായം പുതുതായി തുറന്ന പാതയിലൂടെ കടന്നുപോയതായി US സൈനിക നേതൃത്വം വ്യക്തമാക്കിയത്. നേരത്തെ തന്നെ ട്രക്കുകൾക്ക് സൈനിക അകമ്പടി നൽകില്ലെന്ന് അമേരിക്ക വിശദമാക്കിയിരുന്നു. UN-ന് വേണ്ടിയാണ് അമേരിക്ക ഇവിടെ പുതിയ പാത തുറന്നു നൽകിയിട്ടുള്ളത്. എന്തായാലും അമേരിക്ക ഇത്തരത്തിൽ ഇസ്രായേലിന്റെ കണ്ണുവെട്ടിച്ചാണെങ്കിലും ഗാസയിൽ സഹായം എത്തിക്കുന്നത് എപ്പോഴാണ് പിടിക്കപ്പെടുക എന്നത് അറിയുകയില്ല. എന്തായാലും അതുവരെ ഇസ്രായേൽ സൈന്യം തടയുന്നതുവരെ ഗാസയിലെ ജനങ്ങൾക്ക് ഇത്തരത്തിൽ സഹായം എത്തിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം. അതേസമയം ഗാസയിൽ കൊല്ലപ്പെട്ട മുൻ സൈനിക ഉദ്യോഗസ്ഥന് അന്തിമോപചാരം അർപ്പിച്ച് UN-ലെ ഇന്ത്യൻ ദൗത്യ സംഘം. ഗാസയിലുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ ഇന്ത്യൻ ആർമി റിട്ടയർഡ് കേണൽ വൈഭവ് അനിൽ കാലെ പത്താൻകോട്ടിൽ ഭീകരരെ തുരത്തിയ പോരാളിയാണ്. 46 വയസ്സായിരുന്നു വൈഭവിന്. അനിൽ കലെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് കേണലായി വിരമിച്ച ശേഷം UN-ന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ നിരീക്ഷകനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഗാസയിലെ റഫയിലുള്ള യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഖാൻ യൂനിസിൽ വെച്ച് വൈഭവ് അനിൽ കലെ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണമുണ്ടാവുകയായിരുന്നു. UN-ന്റെ വാഹനമാണ് എന്ന പ്രത്യേക മാർക്കിംഗ് വാഹനത്തിലുള്ളപ്പോൾ തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2022-ൽ ഇന്ത്യൻ ആർമിയിൽ നിന്ന് വിരമിച്ച വൈഭവ് അനിൽ കലെ ഒരു മാസം മുൻപാണ് UN-ൽ ചേർന്നത്. 2023-ന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ആദ്യമായി കൊല്ലപ്പെടുന്ന UN-ന്റെ അന്താരാഷ്ട്ര ഉദ്യോഗസ്ഥനാണ് വൈഭവ് അനിൽ കലെ. ആക്രമണത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലെ മറ്റൊരു ഉദ്യോഗസ്ഥനും പരിക്കേറ്റിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല എന്നാണ് റിപ്പോർട്ട്. UN ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചു. ജീവകാരുണ്യ പ്രവർത്തകർ ഉറപ്പായും സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഇസ്രായേലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2000-ൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ വൈഭവ് അനിൽ കലെ 11 ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിൽ പ്രവേശിക്കുകയായിരുന്നു. ഭീകരവിരുദ്ധ വിദഗ്ധനായ കലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാശ്മീർ വടക്ക് കിഴക്ക് മേഖലകളിൽ ഫീൽഡ് ഏരിയകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ മോയിലുള്ള ഇൻഫൻട്രി സ്കൂളിൽ ഇൻസ്ട്രക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2016 പഞ്ചാബിലെ പത്താൻകോട്ട് എയർഫോഴ്സ് സ്റ്റേഷന് നേരെയുണ്ടായ ഭീകര ആക്രമണത്തിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് കലെ. ന്യൂസ് ഡെസ്ക് കർമാൻസ്.